നെക്സ്റ്റ് പറയാനുള്ളത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റാണ്. ഒരു റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റൈറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് എൻറ്റൈറ്റി സെറ്റ്സ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ റിലേഷൻഷിപ്പ് സെറ്റ്. If two entities are participating in an entity relationship set, then it is called a binary relation and its degree is 2. And if there are three entity sets that are participating in a relationship set, then it is called a ternary relationship. Then here the degree is 3. നമ്മളിപ്പോൾ 3 സെറ്റാണ് എൻറ്റൈറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര എൻറ്റൈറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം 3 എണ്ണമാണെങ്കിൽ അതിനെ ടെർണറി റിലേഷൻഷിപ്പ് എന്ന് പറയും. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി 2 എണ്ണമാണുള്ളതെങ്കിൽ നമുക്കറിയാം 2 ആണ്. നമ്മൾ ബൈനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 എൻറ്റൈറ്റി സെറ്റാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ അതിൻ്റെ റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നത് ബൈനറി റിലേഷൻഷിപ്പ് എന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കമ്പോണൻസ് പറഞ്ഞപ്പോൾ അതിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായി. അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം പറയാനുള്ളത് സിമ്പിൾ ആട്രിബ്യൂട്ട്. If an attribute cannot be divided into subparts or if we cannot split an attribute, then we can say it is a simple attribute. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം ID ആണെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത്തരം ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഏജ്, ആ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് 20 എന്ന് പറഞ്ഞാൽ ആ 20 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത്തരം ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇഫ് we can split an attribute into subparts, then we can say it is a composite attribute. An attribute can be divided into subparts. ഒരു പേരാണെങ്കിൽ ഇപ്പോൾ ഫിർദൗസ ഫറൂഖ് ആണെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം, ഫിർദൗസ എന്നും ഫറൂഖ് എന്നും. ഇത്തരത്തിൽ നമുക്കൊരു ആട്രിബ്യൂട്ട് വാല്യൂവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്തരം ആട്രിബ്യൂട്ട്സാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നെയിമിൻ്റെ കാര്യം പറഞ്ഞു, ഇറ്റ് കുഡ് ബി സ്ട്രക്ചേർഡ് ആസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആൻഡ് ദ ലാസ്റ്റ് നെയിം. ആൻഡ് അഡ്രസ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡ്രസ് 1, അഡ്രസ് 2, സ്ട്രീറ്റ് നെയിം, പിൻ കോഡ്, ലൈക്ക് വൈസ് വി ക്യാൻ സ്പ്ലിറ്റ്. പിന്നെ ഒരു ഫോൺ നമ്പർ, STD നമ്പർ, ലാൻഡ് ഫോൺ ആണെങ്കിൽ STD ലോക്കൽ നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്കൊരു ആട്രിബ്യൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ആട്രിബ്യൂട്ട്സാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ദെൻ നെക്സ്റ്റ് വൺ സിംഗിൾ വാല്യൂഡ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. If we have a single value for a particular entity, then we can say it is a single valued attribute. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പറാണ്. ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒന്നിൽ കൂടുതൽ നമ്പർ പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഏജ്, ഇറ്റ് ഹാസ് എ സിംഗിൾ വാല്യൂ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ എൻറ്റൈറ്റി. അത്തരത്തിലുള്ള എൻറ്റൈറ്റിയാണ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ഇഫ് എൻ എൻറ്റൈറ്റി ക്യാൻ ഹാവ് മോർ ദാൻ 1 വാല്യൂസ്. ഇപ്പോൾ ഫോൺ നമ്പർ, ഒരാൾക്ക് തന്നെ ഇപ്പോൾ ജിയോ സിം ഉണ്ടാവും, BSNL സിം ഉണ്ടാവും, എയർടെൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ മൾട്ടി വാല്യൂസ് ഒരു സെയിം ആട്രിബ്യൂട്ടിൽ തന്നെ, സെയിം എൻറ്റൈറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത്തരം വാല്യൂസാണ് നമുക്ക് എന്ത് പറയാം, ആ ആട്രിബ്യൂട്ട്സിനാണ് നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ 2 അഡ്രസ്സ് ഉണ്ടാവും, 2 വീട് ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ അവർക്ക് അത് 2 വാല്യൂസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത്തരം കേസിൽ അതും എന്ത് തന്നെയാണ്, ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. Next one, derived attribute. If the value for this type of attribute can be derived from the values of the other existing attribute, that is what we say derived attribute. ഇപ്പോൾ ഏജ്, നമുക്കൊരു ഡാറ്റാബേസിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഏജ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് കറണ്ട് ഡേറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏജ് ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏജ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യം
വരുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സാലറീൻ്റെ കേസ്, എപ്പോഴാണോ ജോയിൻ ചെയ്തത് ആ സമയത്തുള്ള ബേസിക് സാലറി, അതുപോലെ തന്നെ ആനുവലി എത്രത്തോളം ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് സാലറി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടായിട്ട് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പറയുന്നത്, ഇനി ഇതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിൻ്റെ കേസ് പറയുന്ന പോലെ നമുക്കിതിൽ രണ്ട് കോമ്പിനേഷൻ വരാം. സിമ്പിൾ ആട്രിബ്യൂട്ട് സിംഗിളായിട്ട് വരുന്നത് വരാം, അതുപോലെ തന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് കോമ്പോസിറ്റ് വാല്യൂസ് വരുന്നത് രീതിയിൽ പറയാം. ഇത്തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം ആട്രിബ്യൂട്ടിനെ നമുക്ക് കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്നുകൂടി പറയാൻ വേണ്ടി പറ്റും. കോംപ്ലക്സ് ആട്രിബ്യൂട്ട്. അതായത് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് തന്നെ കോമ്പോസിറ്റ് ആവാം, സിംഗിൾ ആവാം, അതുപോലെ തന്നെ സിമ്പിൾ ആവാം. അത്തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ അഡ്രസ്സ് ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ 2 അഡ്രസ്സ് പറയാൻ വേണ്ടി പറ്റും, 2 സ്ഥലത്ത് നിൽക്കുന്ന അഡ്രസ്സ്. അപ്പോൾ അത്തരത്തിൽ അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. അത്തരം മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിൽ തന്നെ നമുക്കത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരത്തിൽ കോമ്പിനേഷൻ ഓഫ് 2 or more things, that is what we call a complex attribute. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസിൽ മെയിനായിട്ട് വരുന്നത് മാപ്പിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഒരു മാപ്പിംഗ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരു കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസ് ദ നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് ടു വിച്ച് അനദർ എൻറ്റൈറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ മാപ്പിംഗ് കാർഡിനാലിറ്റി. ഒരു റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റൈറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മളൊരു മാപ്പിംഗ് കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി 4 types: 1 to 1, 1 to many, many to 1, many to many. ഇങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത് മാപ്പിംഗ് കാർഡിനാലിറ്റിയിൽ, അതായത് കാർഡിനാലിറ്റി റേഷ്യോ. അതിൽ ഫസ്റ്റ് വൺ 1 to 1 relation. If an entity in A is associated with at most one entity in B, and an entity in B is associated with at most one entity in A. Suppose ഇത് എ എന്ന് പറയുന്നൊരു എൻറ്റൈറ്റി സെറ്റ്, ആ ഒരു എൻറ്റൈറ്റി സെറ്റിലുള്ളത് എംപ്ലോയീസ് ആണ് എന്ന് വിചാരിച്ചാൽ എംപ്ലോയീസ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റൈറ്റി ആണ് എങ്കിൽ, എൻറ്റൈറ്റി സെറ്റ് ആണെങ്കിൽ എംപ്ലോയീസിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്കതൊരു എംപ്ലോയീസ് സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോളേജിലുണ്ട്. അപ്പോൾ അതിനൊരു ഒരു നെക്സ്റ്റ് എൻറ്റൈറ്റി സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇങ്ങനെ 2 എൻറ്റൈറ്റി സെറ്റിനെ നമുക്ക് ഒരു റിലേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1 to 1 റിലേഷൻഷിപ്പിൽ അതിൽ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഹാവ് എൻ HOD and only one HOD manages a department. ആ ഒരു രീതിയിൽ നമുക്ക് 1 to 1 റിലേഷൻഷിപ്പിനെ പറയാം. ഇത് എംപ്ലോയീസ് സെറ്റ്. ഈ എംപ്ലോയീസ് സെറ്റിൽ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും HODs ആവണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു HOD മാത്രമേ ഉണ്ടാവുള്ളൂ. BCAയിൽ ഒരു HOD മാത്രം, അതുപോലെ BComൽ ഒരു HOD മാത്രം. അപ്പോൾ ഈ ഒരു A എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എംപ്ലോയീസും B ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. ആകെ ഒരു എംപ്ലോയി മാത്രമേ അസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ആ ഒരു എൻറ്റൈറ്റി സെറ്റിൽ എല്ലാത്തിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ HOD മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ ഒരു 1 to 1 റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 1 to 1 എന്ന് പറയാം. അതിൻ്റെ കാർഡിനാലിറ്റി റേഷ്യോ 1:1 എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Next, one to many relation. If an entity in A is associated with any number of entities in B, and an entity is B can be associated with at most one entity in A. ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, 1 to many relation എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇഫ് എ എന്ന് പറയുന്ന ഒരു എൻറ്റൈറ്റി സെറ്റ്, സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയീസിൻ്റെ
ഒരു എൻറ്റൈറ്റി സെറ്റാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റാണ്. എ എന്ന് പറഞ്ഞ എംപ്ലോയി ഇപ്പോൾ BCAയിലും സൈക്കോളജിയിലും വർക്ക് ചെയ്യുക. അത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത്തരത്തിൽ ഒരു എംപ്ലോയിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കാം. ആ ഒരു രീതിയിൽ വരുമ്പോൾ അത് നമുക്ക് എന്ത് പറയാം, 1 to many റിലേഷൻ എന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ 0 or more entity can be participate in a relation. At the same time, in B is a department set. If B is a department set, and it can be associated with at most one entity in A. Next one, many to one relation. An entity in A is associated with at most one entity in B, and an entity in B can be associated with any other of entities in A. ഈ സെയിം രീതിയിൽ പറയുകയാണെങ്കിൽ എ എന്നത് എംപ്ലോയി സെറ്റും ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റുമാണ്. മോർ ദാൻ 1 എംപ്ലോയീസ് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ മോർ ദാൻ 1 എംപ്ലോയീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ എൻറ്റൈറ്റി സെറ്റ് ബി. അത് എ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി എൻറ്റൈറ്റി സെറ്റിലുള്ള എംപ്ലോയീസാണ്. A1 A2 A3 എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ രണ്ടോ അതിലധികമോ എംപ്ലോയീസ് നമുക്ക് ഏതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന എൻറ്റൈറ്റി സെറ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മെനി ടു വൺ റിലേഷൻ. ഇനി മെനി ടു മെനി റിലേഷൻ. മെനി ടു മെനി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an entity in A is associated with any number of entities in B, and at the same time any entity in B is associated with any number of entities in A. ഇപ്പോൾ A എന്ന് പറയുന്നത് എംപ്ലോയീസും ബി എന്ന് പറയുന്നത് പ്രൊജക്ട്സും ആണെങ്കിൽ എ പ്രൊജക്ട് ക്യാൻ ഹാവ് മെനി എംപ്ലോയീസ്. അതുപോലെ തന്നെ an employee can വർക്ക്സ് ഓൺ മെനി പ്രൊജക്ട്സ്. ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ഏതൊരു എംപ്ലോയിക്കും എനി നമ്പർ ഓഫ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മോർ ദാൻ 1 പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരാൾക്ക് തന്നെ ഒരു പ്രൊജക്ട്സിന് ഒരുപാട് എംപ്ലോയീസും പോസിബിളാണ്. അത്തരത്തിൽ എംപ്ലോയി സെറ്റിലും ഡിഫറെൻറ്റ് എംപ്ലോയീസ് വരുന്നുണ്ട്, പ്രൊജക്ട് സെറ്റിലും ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് മെനി ടു മെനി റിലേഷൻ എന്ന രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി. നെക്സ്റ്റ് വരുന്ന പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. Participation constraints means it's a minimum number of entities that can participate in a relationship. അതാണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് മീൻസ് ഇറ്റ്സ് എ മാക്സിമം നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അതാണ് കാർഡിനാലിറ്റി. അപ്പോൾ ഒരു എൻറ്റൈറ്റി സെറ്റിലെ എല്ലാ എലമെൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇഫ് എവറി എൻറ്റൈറ്റി ഇൻ ഇ പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഇൻ ആർ, ദെൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ എൻറ്റൈറ്റി ആ ഒരു റിലേഷനിൽ ടോട്ടലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ എംപ്ലോയീസും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. അതുപോലെ if only some entities in E is participating in a relation, then we can say there is a partial participation. അതാണ് 2 ടൈപ്പ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ എംപ്ലോയീസിൻ്റെ കേസിൽ എല്ലാ എംപ്ലോയീസും ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആവുന്നില്ല. അത്തരം കേസിൽ എല്ലാ എംപ്ലോയീസും നമ്മൾ വരുന്നില്ല. അപ്പോൾ അതൊരു പാർഷ്യൽ പാർട്ടിസിപ്പേഷനാണ്. നേരെ മറിച്ച് നമ്മൾ പറയുന്ന റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുന്ന റിലേഷൻ എല്ലാ എംപ്ലോയീസും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരം കേസസിൽ നമുക്കതെന്ത് പറയാം, അതൊരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ 2 ടൈപ്പ്, ടോട്ടൽ ആൻഡ് പാർഷ്യൽ. ഇഫ് എവറി എൻറ്റൈറ്റി ഇൻ ഈസ് പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഇൻ ആർ, then we can say it is a total participation. If only some entities are participating in a relation, then we can say it's a partial participation.